പ്രകാശ അകത്തെന്തോ ശബ്ദം കേട്ട പോലെ. വാ നോക്കാം. ഈ വേക്കൻസി തന്നെ ഞാൻ പത്രത്തിൽ കണ്ടത്. ഇവര് M.Tech ക്വാളിഫിക്കേഷനാ ചോദിക്കുന്നത്. ആ പുതിയ വേക്കൻസി എന്തെങ്കിലും കണ്ടുപിടിക്കായിരിക്കും അല്ലേ? 2-3 വേക്കൻസികളൊക്കെ കിടക്കുന്നുണ്ട് പ്രകാശ് ഏട്ടാ. ചിലതിലൊക്കെ ആളുകൾ എടുത്തിട്ടുണ്ടാവും. വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പണം വാങ്ങിയിട്ട് പോകുന്നത് ബാറിലേക്കല്ലേ? നാലുകാലയിലാണെങ്കിലും അന്ന് എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് വീട്ടിലേക്ക് എത്തി. വല്ല തോട്ടുംകരയിലോ ഓടയിലോ വീണ് കിടന്നാലേ ഇവൻ അവിടുന്ന് ചുമന്നുകൊണ്ട് വരാനേ ഇതേ എന്നെ കിട്ടില്ല കേട്ടോ. ആ എന്തൊക്കെയാ പ്രകാശേട്ടൻ വിളിച്ചു പറയുന്നത്? രാവിലെ അവരുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോ പ്രകാശേട്ടൻ എന്ത് കിട്ടി? ഹരിതേ, നീ ഇതൊന്നും കാര്യാക്കണ്ട. ചിലരിങ്ങനെയാ. അടുത്തൊരുത്തി നിൽക്കുന്നു. ഇവളെ കെട്ടിയവരും ജോലിക്കെന്ന് പറഞ്ഞേ രാവിലെ എങ്ങനെ ഇറങ്ങിപ്പോ. ഒരുത്തൻ ബാറിലേക്കാണ് പോകുന്നെങ്കിലേ അടുത്തവൻ കഞ്ചാവ് വിൽക്കാനാ പോകുന്നത്. പ്രകാശേട്ടനെ ആരുദ്ദേശിച്ചാ പറയുന്നേ? നിന്റെ ഭർത്താവ് ജഗൻ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. പ്രകാശൻ മനസ്സിലൊന്നു വെച്ച് മറ്റൊന്ന് പ്രവർത്തിക്കില്ല. ഉള്ളത് ഉള്ളതുപോലെ അങ്ങോട്ട് പറയും. ജഗനിപ്പോ കഞ്ചാവ് കച്ചവടക്കാരനെ ശിങ്കിടിയായിട്ട് തന്നെയാ പോകുന്നത്. ഒരു ദിവസം ജഗനെ പോലീസ് പിടിക്കുമ്പോ അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാവും. ആ പ്രകാശേട്ടാ, നാവിന് എല്ലില്ലാന്ന് വെച്ച് എന്ത് വിളിച്ചു പറയാന്ന് വിചാരിക്കരുത്. കാര്യം ചേട്ടനൊക്കെ തന്നെയാ. പക്ഷേ ജഗനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറയുമ്പോ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കെന്നെ പറയാൻ പറ്റില്ല. പ്രകാശ് ഏട്ടൻ അടി എരന്ന് വാങ്ങാൻ നടക്കുവാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? പ്രകാശേട്ടാ, പ്രകാശേട്ടൻ ഇത് എന്തിന്റെ കേടാ? കുറച്ചു നാളായിട്ട് ഈ അസുഖങ്ങളൊക്കെ മാറിയിരുന്നതാണല്ലോ, ഇപ്പൊ വീണ്ടും തുടങ്ങിയോ? നിങ്ങളുടെ കൂടെ നിന്ന ഞാനും കൂടെ നാണം കെട്ടുപോകും. നാണം മാനമില്ലാത്തൊരു മനുഷ്യൻ. കള്ളുടിയാ, നിന്റെ മുഖത്ത് കാണുന്ന ഈ വളിച്ച ചിരിയുണ്ടല്ലോ, ആ അത് ഞാൻ ഉടനെ മാറ്റിത്തരാം. ആ അയ്യോ, ജഗ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നെ അന്നും തന്നെ ബോധ്യപ്പെടുത്താനൊന്നും നിൽക്കണ്ട. ഓഫീസിലൊരു അക്കൗണ്ട് സെക്ഷൻ ഉണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനം, ജഗനെ ഞാൻ ബിസിനസ്സെല്ലാം ഏൽപ്പിച്ചത് തന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. എന്നാലും അങ്ങനെയല്ല. സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ പരസ്പരം മനസ്സിലാക്കൽ നല്ലതല്ലേ? പരസ്പരം മനസ്സിലാക്കല് എപ്പോഴും നല്ലത് തന്നെയാ ജഗൻ ചേട്ടാ. അതില്ലാതെ പോകുമ്പോഴാ ഓരോ പ്രശ്നങ്ങള്. ടെൻഡറിന്റെ ഡേറ്റ് എടുത്തിട്ടില്ല. അത് വിക്രം ഓക്കെ ആയിട്ടാവട്ടെ എന്നാ ഞാൻ. നോ, എത്രയും വേഗം ഡേറ്റ് എടുത്ത് ടെൻഡർ നടത്തണം. ബിസിനസ്സിൽ മാറ്റിവെപ്പൊന്നൊരു വാക്കില്ല. സമയകൃത്യതയാണ് വിജയത്തിന്റെ അടയാളം. ശരി, മീറ്റിംഗ് കൂടി ടെൻഡർ ഡേറ്റ് എടുക്കാം. ജഗൻ ചേട്ടാ, വീട്ടില് അച്ഛനും അമ്മയും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. അവരെയൊക്കെ ഒന്ന് കാണാൻ കൊതിയാവാ. അവര് വർഷയെ കാണാൻ അതിലും കൊതിച്ചിരിക്കുക. അല്ല, വർഷയുടെ കാര്യം പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. അല്ല, വർഷ വരുന്നുണ്ടോ? അവരെയൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടാക്കാം. ഏട്ടാ, ഞാൻ അച്ഛനെയും അമ്മയും ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഇന്ന് തന്നെ ഇങ്ങ് തിരിച്ചു വരാം. അതിനെന്താ, വർഷയ്ക്ക് അവരെ കാണുന്ന അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് വാ.
ഞാൻ വരുന്നതുവരെ ഏട്ടൻ ബെഡിൽ നിന്ന് എണീക്കേ ചെയ്യരുത്. 1-2 മണിക്കൂർ അത്രേ ഉള്ളൂ. ഓ ഞാൻ കാസിമയ്ക്കോട് പ്രത്യേകം പറഞ്ഞിട്ട് പോയേക്കാം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര ഉത്സാഹ. ജഗൻ ചേട്ടാ, 1 മിനിറ്റ്, ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. ആ ശരി. ജഗ, ആ ഷെയറിന്റെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആ പിന്നെ അത് ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഞാൻ റെഡി, പോവാം. ആ അജക, ഈ മാസം തന്നെ സ്റ്റാഫുകളുടെ സാലറി 1000 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കണം. കഴിഞ്ഞ മാസമായിരുന്നു എല്ലാവർക്കും ഇൻക്രിമെന്റ് കൂട്ടിയതെന്ന മാനേജർ പറഞ്ഞത്. അറിയാം. ഈ ശമ്പളം കൂട്ടാൽ വിക്രത്തിന്റെ 2ാം ജന്മത്തിലാണെന്ന് അവർ കൂട്ടിക്കോട്ടെ. ആഹാ. എന്നാ വാസ്തവം അതല്ല. എൻ്റെ വർഷം എനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷത്തിനാണ്. ഞാൻ പോയിട്ട് വേഗം ഇങ്ങ് വരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഏട്ടന്? ഓർമ്മയുണ്ട്. ധൈര്യമായിട്ട് പോയിട്ടോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. വാ. അകത്തെന്തോ ശബ്ദം കേട്ട പോലെ. വാ നോക്കാം. അയ്യോ അയ്യോ വിക്രം, വിക്രം എന്താ പറ്റി? ഏട്ടാ, ഏട്ടാ എന്താ പറ്റി? എഴുതുക. ഏട്ടാ, ഒന്നുമില്ല. പിടിക്ക്. പെട്ടെന്നൊരു തലകറക്കം പോലെ. ഇവിടെ ഇരിക്ക്. എന്താ ഏട്ടാ ഇത്? ഞാൻ പറഞ്ഞതല്ലേ എഴുന്നേക്കരുതെന്ന്. അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ പോയിട്ട് വാ. ജഗ, ചില ഇല്ല, ഞാൻ പോകുന്നില്ല. എന്താ വർഷം ഇത്? വർഷം പോയി അച്ഛനും അമ്മയും കണ്ടിട്ട് വാ. ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ. ചില ഇല്ല, ഇനി അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകുന്നവരെ ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല.